യെസ്, അപ്പോൾ രാജ്യ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട കേന്ദ്ര സർക്കാരിന് മുട്ടുമടക്കേണ്ടി വന്ന, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കേണ്ടി വന്ന ഒരു ഐതിഹാസിക സമരത്തിന് ശേഷം ജന്തർ മന്ദറിൽ ബാക്കിയായ ദൃശ്യങ്ങളാണിപ്പോൾ തൗഫീഖ് അസ്ലം പ്രേക്ഷകർക്ക് മുന്നിൽ കാണിച്ചത്. ജന്തർ മന്ദറിലും രാജ്യത്താകെയുമുള്ള സമരങ്ങളിൽ നിന്ന് പിൻവാങ്ങിയെങ്കിലും ഭരണത്തിൽ തുടർന്നും സമ്മർദ്ദം ചെലുത്താൻ തന്നെയാണ് CJPയുടെ നീക്കം. ഇതിന്റെ ആദ്യ സൂചന എന്നോണം പുതിയ വിദ്യാഭ്യാസ മന്ത്രിയുടെ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കണമെന്നും ഉത്തരവാദിത്തം കാണിക്കണമെന്നും CJP ആവശ്യപ്പെട്ടിട്ടുണ്ട്. സർക്കാരുമായുള്ള ചർച്ചയിൽ പരീക്ഷാ സംവിധാനത്തിന്റെ നവീകരണത്തിനായി 5 നിർദ്ദേശങ്ങൾ അറിയിച്ചിട്ടുമുണ്ട്. ഡി ധനസുമോദും കൂടി ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. സുമോദ്, എന്താണ് ഇനി പാർട്ടികൾക്ക് ചെയ്യാനുള്ളത് എന്നതാണ് ചോദ്യം. CJP ഒരു 35 ദിവസം നീണ്ട സഹന സമരത്തിലൂടെ കേന്ദ്ര സർക്കാരിനെ മുട്ടുകുത്തിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന വിദ്യാഭ്യാസ മന്ത്രി ഒരു കാരണവശാലും രാജിവെക്കൽ 21 കുട്ടികളുടെ മരണം സംഭവിച്ചിട്ടും രാജ്യചരിത്രത്തിലെ ഇത്രയും വലിയ ഗുരുതരമായ പരീക്ഷാ ക്രമക്കേട് നടന്നിട്ടും വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കേണ്ട ആവശ്യമില്ല എന്ന് വളരെ ലളിതമായി പറഞ്ഞൊപ്പിച്ചിരുന്ന കേന്ദ്ര സർക്കാരിനെ മുട്ടുകുത്തിച്ച CJPക്ക് പക്ഷേ അങ്ങനെ പൂർണ്ണമായും ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചെങ്കിൽ കൂടിയും പൂർണ്ണമായും അവർക്ക് പിന്മാറാൻ കഴിയില്ല. അതിൻ്റെ ഒരു സൂചനകൾ, മുന്നറിയിപ്പുകൾ CJP നേതൃത്വം നൽകിയതാണ്. അപ്പോൾ ഈ നൽകിയ ഉറപ്പുകളെല്ലാം വാക്കാൽ കിട്ടിയിട്ട് കാര്യമല്ല, എഴുതി നൽകണം. അപ്പോൾ ഇവരുടെ പേരിലെടുത്ത കേസുകളൊക്കെ കൂടിയുണ്ട്. അപ്പോൾ ഈ കേസുകളുടെ കാര്യത്തിലൊക്കെ എന്തായിരിക്കും CJPയുടെ നെക്സ്റ്റ് മൂവ് എന്നാണ് വിചാരിക്കുന്നത്? ഇപ്പോൾ സൈഫുദ്ദീൻ, കേസുകളുടെ കാര്യത്തിൽ മാത്രമല്ല, സാധാരണ ഒരു ചൊല്ലുണ്ട്, നിങ്ങൾ എന്താണോ ചെയ്യാൻ പോകുന്നത് അത് നിങ്ങളുടെ ആദ്യ വാക്കുകളിലുണ്ടാകുമെന്ന്. ആ ചൊല്ല് നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ അഭിജിത് ദീപ്കെ ഈ സമരം വിജയിച്ചപ്പോൾ തന്നെ ആദ്യം പറഞ്ഞത് ഹിന്ദു മുസ്ലിം പൊളിറ്റിക്സ് ഇനി അനുവദിക്കില്ല എന്ന് തന്നെയായിരുന്നു. അതായത് ഇവിടെ BJP പയറ്റിക്കൊണ്ടിരിക്കുന്നത് ഹിന്ദു മുസ്ലിം പൊളിറ്റിക്സ് ആണ്. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് നാടിനെ ഞെട്ടിക്കുന്ന തരത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിലടക്കം ഹിന്ദു സ്ത്രീകളുടെ താലിമാല വരെ പൊട്ടിച്ചെടുക്കുന്ന തരത്തിൽ ഒരു വിഭാഗം പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞ് വളരെ ശക്തമായി പറഞ്ഞത് മാത്രമല്ല, ഈ എതിർക്കുന്നവരുടെ, സമരം ചെയ്യുന്നവരുടെ അവരുടെ വേഷം കണ്ടാൽ, വസ്ത്രം കണ്ടാൽ അത് ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയും എന്ന തരത്തിൽ ഒരു പ്രധാനമന്ത്രി തന്നെ സംസാരിക്കുകയാണ്. ഈ തരത്തിലുള്ള രാഷ്ട്രീയമൊന്നും ഞങ്ങൾ ഇനി അനുവദിക്കാൻ പോകുന്നില്ല. ഇതുവരെ മൗനം പാലിച്ചിരുന്ന യുവജനത ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കുകയാണ്, ചോദ്യം ചോദിച്ചു തുടങ്ങിയാണ്. നിങ്ങൾ ഇനി കൃത്യമായി ഉത്തരം പറയേണ്ടി വരും എന്ന് തന്നെ പറയുന്നത്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ, സൈഫുദ്ദീൻ പറഞ്ഞതുപോലെ തന്നെ സർക്കാരിനെ അക്കൗണ്ടബിൾ ആക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം ഇതിൽ ഏറ്റവും കൂടുതൽ വിയർക്കേണ്ടി വരുന്നത് BJP തന്നെയായിരിക്കും. നമ്മൾ ഒന്നാം ഘട്ട ചർച്ച നടത്തി കഴിഞ്ഞപ്പോൾ തന്നെ അവരുടെ ശരീരഭാഷ ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം. കാര്യം അവർ 2 മണിക്കൂറോളമാണ് മന്ത്രിക്ക് വേണ്ടി കാത്തിരുന്നത്. കേവലം 2.5 മണിക്കൂർ നീണ്ട ചർച്ച എന്നൊക്കെ പറഞ്ഞെങ്കിലും 10 മിനിറ്റ് മാത്രമാണ് ആദ്യഘട്ടത്തിൽ ചർച്ച നടത്തിയത്. അത് 2 മണിക്കൂർ മന്ത്രിയുടെ വസതിയിൽ മന്ത്രിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. മാത്രമല്ല അതിനുശേഷം ഉള്ള അവരുടെ ശരീരഭാഷയിൽ രണ്ടാം ഘട്ടമായപ്പോൾ ഈ മന്ത്രിമാരും ഇവരും ഒപ്പത്തിനൊപ്പം എന്ന രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ഏറ്റവും ഒടുവിൽ വന്നു കഴിഞ്ഞപ്പോൾ മന്ത്രിമാർ പലരും അപേക്ഷിക്കുന്നത് പോലെ തന്നെ നമുക്ക് മൈക്കിലൂടെ തന്നെ കേൾക്കാമായിരുന്നു. കാര്യം സമരം അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അവിടെ ജിതേന്ദ്ര സിംഗ് ഈ സൗരവ് ദാസിനോട് പറയുകയാണ്, റാങ്കയോട് പറയുകയാണ്, രഗയോട് പറയുകയാണ്, ഉടൻ തന്നെ എല്ലാവരും വീട് വിട്ട് പോകണം, ഇമ്മീഡിയറ്റ് എഫക്ട് എന്ന രീതിയിൽ നിങ്ങൾ പറയണം എന്ന് മന്ത്രിമാർ അഭ്യർത്ഥിക്കുകയാണ് ചെയ്തത്. അതായത് ഭരണകൂടം, പ്രത്യേകിച്ച് BJP സർക്കാർ ഭയന്നു എന്ന് തന്നെയാണ് അർത്ഥം. മാത്രമല്ല, ഈ ജന്തർ മന്ദറിൽ ആഹാരം വിതരണം ചെയ്ത ഒരു വ്യക്തിയുടെ വസതിയിൽ റെയ്ഡ് നടത്തിയിട്ടുണ്ട്. അയാളെ കസ്റ്റഡിയിലെടുക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളാണ് ഇപ്പോൾ UPയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിലുള്ള നിയമ നടപടികൾ UPയിൽ നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന നിലപാട് തന്നെയാണ് ഇവർ അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, മന്ത്രി കൃത്യമായി ആത്മാർത്ഥയോടെ പ്രവർത്തിക്കണം, ഞങ്ങൾ നിരീക്ഷിക്കുകയാണ്, ഒരു ബിഗ് ബ്രദർ വാച്ചിങ് എന്ന് പറയുന്നത് പോലെ തന്നെ ആ തരത്തിലുള്ള നിർദ്ദേശം ആണ്, ഒരു 5 നിർദ്ദേശമാണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ സംരക്ഷണം ഏർപ്പെടുത്തണം, മത്സര പരീക്ഷ എഴുതുന്നവർക്കായി ദേശീയ ക്ഷേമനിധി, പരീക്ഷകൾക്കായി സ്ഥിരം പാർലമെന്ററി സമിതി രൂപീകരിക്കുക തുടങ്ങിയ BJP അവരുടെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒരു നിർദ്ദേശങ്ങളാണ് CJP ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്.